ഹായ് ഓൾ, ഞാൻ ആൻവി. ഇന്ന് ഹാൻഡ് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ഐഡിയാസ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഐഡിയ ഒരു ഹാൻഡ് റിട്ടൺ ലെറ്റർ തന്നെയാണ്. നമ്മുടെ ഫേവറേറ്റ് പേഴ്സണ് ഹാൻഡ് റിട്ടൺ ആയിട്ട് നമ്മുടെ ഫീലിങ്സും അവരോടുള്ള ഇഷ്ടവും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു കത്ത് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും അല്ലേ? അങ്ങനെ ഒരു ലെറ്റർ വായിക്കുമ്പോൾ അവരുടെ ഹാപ്പിനെസ്സും അത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷവും. യെസ്, അപ്പോൾ ഈ വാലന്റൈൻസ് ഡേക്ക് ഒരു അടിപൊളി ലെറ്റർ കൊടുത്ത് നമുക്ക് നമ്മുടെ ആളെ സർപ്രൈസ് ചെയ്യാം. അപ്പോൾ ലെറ്റർ എഴുതുന്നതിനായിട്ട് ഞാനൊരു ബ്രൗൺ കാർഡ് സ്റ്റോക്ക് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ ആൽഫബറ്റ് സ്റ്റാമ്പ് വെച്ച് 2 എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇങ്ക് പാഡിലെ ഇങ്ക് തീരാറായിരിക്കുവാണ്, അതുകൊണ്ടാണ് ആൽഫബറ്റ് സ്റ്റാമ്പ് വെച്ച് പ്രസ് ചെയ്തെടുത്തപ്പം അത് ക്ലിയർ ആയിട്ട് വരാത്തത്. അതുകൊണ്ട് ഒരു ബ്ലാക്ക് ജെൽ പെൻ വെച്ച് ക്ലിയർ ആവാത്ത ഭാഗം ഒന്ന് എഴുതിയെടുക്കുന്നുണ്ട്. പിന്നെ ഈ കാർഡ് സ്റ്റോക്ക് പേപ്പറിൻ്റെ എഡ്ജസ് ഒക്കെ ഞാൻ ടിയർ ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ബ്രൗൺ പേപ്പേഴ്സ് നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ കിട്ടും, അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഷോപ്സിലും അവൈലബിൾ ആണ്. ബ്രൗൺ കാർഡ് സ്റ്റോക്ക് പേപ്പർ എന്നോ അല്ലെങ്കിൽ ബ്രൗൺ ക്രാഫ്റ്റ് പേപ്പർ എന്നോ ഒക്കെ അന്വേഷിച്ചാൽ മതി. 2 എന്ന് എഴുതിയതിൻ്റെ താഴെ ലവ് ഓഫ് മൈ ലൈഫ് എന്ന് എഴുതി എടുക്കുന്നുണ്ട്. അതായത് ടു ലവ് ഓഫ് മൈ ലൈഫ് എന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ ലെറ്റർ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എനിക്ക് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു വർക്കാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. ലെറ്റർ ആവുമ്പോൾ എന്തായാലും എഴുതിയ ഡേറ്റ് വേണമല്ലോ, അതുകൊണ്ട് ഡേറ്റഡ് സ്റ്റാമ്പ് ഉപയോഗിച്ച് 14 ഫെബ്രുവരി 2022 എന്ന് സ്റ്റാമ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ പേപ്പറിൻ്റെ ഒരു കോർണറിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് പേപ്പർ ഒട്ടിച്ചിട്ട് അതിന് മേലെ ഒരു കപ്പിൾസിൻ്റെ ഇമേജ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലെറ്റർ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ലെറ്ററിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു താങ്ക് യു കാർഡാണ് ചെയ്യുന്നത്. അപ്പോൾ എഗെയിൻ ഒരു കാർഡ് സ്റ്റോക്ക് പേപ്പർ തന്നെ എടുത്തിട്ട് അതിൽ താങ്ക് യു എന്നൊരു ടൈറ്റിൽ കൊടുത്തിട്ട് കുറച്ച് റൊമാൻറ്റിക് ഇമോഷണൽ സെൻറ്റൻസസ് എഴുതിയെടുക്കുന്നുണ്ട്. അങ്ങനെ താങ്ക് യു കാർഡിൻ്റെയും വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ടാഗ് ആണ്. അപ്പോൾ അതിനായിട്ട് ഈ ബ്രൗൺ കാർഡ് സ്റ്റോക്ക് പേപ്പർ തന്നെ ഒരു ടാഗിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ടാഗിൻ്റെ 2 സൈഡിലും വർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ ഒരു സൈഡിൽ വർക്ക് ചെയ്തിട്ട് സ്വീറ്റ് കിസ്സസ് എന്നൊരു ടൈറ്റിൽ കൊടുത്തെടുക്കുവാണ്. ടാഗിൻ്റെ ഈ ഒരു സൈഡിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ വർക്ക് ചെയ്തിട്ട് ബി മൈ വാലന്റൈൻ എന്നൊരു കട്ടൗട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്.
ടാഗിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഹോൾ പഞ്ച് ചെയ്തെടുത്തിട്ട് ജൂട്ട് വൈൻ വെച്ചിട്ട് ഒരു നോട്ട് കെട്ടി കൊടുക്കുവാണ്. അപ്പോൾ ടാഗിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി അടുത്തതായി ചെയ്യുന്നത് ഒരു കാർഡാണ്. വാലന്റൈൻസ് ഡേ വിഷ് ചെയ്യുന്ന ഒരു കാർഡ്. അപ്പോൾ അതിനായിട്ട് ഒരു കാർഡ് സ്റ്റോക്ക് പേപ്പർ ഇങ്ങനെ കാർഡ് പോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡിൽ പാറ്റേൺ പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇനി 2 കട്ടൗട്ട്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. 2 കട്ടൗട്ടിൻ്റെയും ബാക്ക് സൈഡിൽ ഡബിൾ സൈഡഡ് സെലോ ടേപ്പാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് പോപ്പപ്പ് ചെയ്ത് നിൽക്കും, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ കാർഡിൻ്റെ ഫ്രണ്ട് സെക്ഷനിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉള്ളിൽ നമ്മൾ ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് എഴുതിയ ഒരു പേപ്പറാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വാലന്റൈൻസ് ഡേ കാർഡ്. സിമ്പിൾ വർക്കാണ് ചെയ്തിട്ടുള്ളത്, പക്ഷെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്ര ടൈം നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഗിഫ്റ്റായിട്ട് ചെയ്തത്. ഇനി ഹാൻഡ് മെയ്ഡ് അല്ലാത്ത ഒരു ഐറ്റം കൂടെ ഞാൻ ഈ ഗിഫ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊരു കീ ചെയിൻ ആണ്. അപ്പോൾ ഈ കീ ചെയിൻ ഒന്ന് ബ്രൗൺ പേപ്പർ വെച്ച് കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗിഫ്റ്റും റാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഈ ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒരു റിട്ടേൺ ലെറ്റർ, പിന്നെ ഒരു താങ്ക് യു കാർഡ്, ഒരു ടാഗ്, പിന്നെ ഒരു വാലന്റൈൻസ് ഡേ വിഷ് കാർഡ്, പിന്നെ ലാസ്റ്റ് ആയിട്ട് ഒരു കീ ചെയിൻ കൂടെ. ഇനി ഈ ഗിഫ്റ്റ് എല്ലാം കൂടി പ്ലേസ് ചെയ്യാനായിട്ട് ഞാനൊരു കവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഗിഫ്റ്റ് എല്ലാം കൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോകൾക്കായി എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കൂടെ ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.